ഭവാനി ചോനറത്തലക്കാരി അടുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്തവളെ ഇങ്ങോട്ട് ഇറങ്ങി വാടി. ആഹാ, രാവിലെ നല്ല പരുവത്തിലാണല്ലോ. ഈ ശർക്കരക്കാരി ശങ്കരനെ അറിയാമോ? ഇത് എന്തൊരു അഹങ്കാരമാ. എടാ, നീ എന്റെ തലയിലടിച്ച് സത്യം ചെയ്തില്ലയോ ഇനി കുടിക്കത്തില്ലെന്ന്? അതുകൊണ്ടല്ലേ നിനക്ക് കാശ് തന്നത്. എന്നിട്ട് ആ കാശ് മേടിച്ചോണ്ട് പോയി നീ കുടിച്ചില്ലയോ? ദാരു ഇവിടെ ഇല്ലാത്തതിന്റെ അഹങ്കാരമാണ് ഈ അണ്ണൻ കാണിക്കണം. மாமா நீங்க இப்படி பண்ணுவீங்கன்னு நான் எதிர்பார்க்கவே இல்லை. நீங்க ரொம்ப நல்லவருன்னு நினைச்சேன், ஆனா கெட்டவரு. എടാ, ഇറങ്ങി പോ ഇവിടുന്ന്. നിന്നെ ഇവിടെ ആർക്കും കാണണ്ട. എനിക്ക് അപ്പൂപ്പനെ കാണണ്ട. എടീ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ ഒരു ചോ കാണിച്ചതല്ലേ. ഊതിയാണ് കുടിച്ചില്ല മക്കളെ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. പാറുവായി പാറുട്ടാ, ഈ അപ്പൂപ്പ എന്തൊരു കൊണ്ടുവന്ന് നോക്കി മോളെ. മോളെ ഇങ്ങ് വാ. എന്തു മക്കൾക്ക് കടിച്ചു വലിക്കാൻ നാടൻ ചിക്കൻ കണ്ടാ. നീ അമ്പരപ്പിച്ച് കളഞ്ഞല്ലോടാ. ഞാൻ വിചാരിച്ചേ നീ ശരിക്കും കുടിച്ചിട്ടാ വന്നെന്ന്. അതും ഞാൻ തന്ന കാശിന്. ആരെന്തായാലും ആരെങ്കിലും കൊണ്ടുപോയി കറി വയ്ക്കും. இந்த நாடன் சிக்கன் உங்க ஊர்ல ரொம்ப காரமா தானே வைப்பீங்க? അപ്പൊ ഒരു കാര്യം ചെയ്, കനകം തന്നെ അങ്ങ് വെക്ക്. ஐயோ அது வேண்டாம். எங்க ஊர் டேஸ்ட் வேற, உங்க ஊர் டேஸ்ட் வேற. இந்த வாட்டி நீங்க யாராச்சும் குக் பண்ணுங்க. കനകാന്റി, അത് വേണോ? അമ്മായിയുടെ കൈ കൊടുക്കണ്ട. വൈ വെക്കാൻ കൊള്ളാത്ത സ്പെഷ്യൽ ഉണ്ടാകും. പാറു, അന്ന് ഞാൻ ഗ്രിൽ ചിക്കൻ വെച്ചപ്പോഴേ നീ വെട്ടി വിഴുങ്ങിയില്ലേ? അതിന്റെ എല്ലാ അഭിപ്രായം പറഞ്ഞില്ലേ? എന്തോന്നാണോ പറഞ്ഞത്? കഴിച്ചവരെല്ലാം കണ്ണു തിരുമ്പി ഇരിക്കുവായിരുന്നു. അയ്യോടോ, കൃപാന്ത അവന്തിക അടിപൊളിയാണെന്ന് പറഞ്ഞു. ഓ, അത് സൂപ്പിക്കാൻ പറഞ്ഞു. അയ്യോ, ഞങ്ങളെല്ലാരും കൂടെ റൂമിൽ ഇരുന്ന് അതിനെപ്പറ്റി പറഞ്ഞ് ചിരിക്കുവായിരുന്നു. നിന്നെ ഞാൻ പ്രത്യേകിച്ച് കാണുന്നുണ്ട് പാറു. ഭവാനി, എന്നാ നീ കൊണ്ടുപോയി കറി വൈ. അമ്മൂമ്മയാണോ? അമ്മൂമ്മയ്ക്ക് ബീൻസും പാവയ്ക്കും ഒക്കെ കറി വെക്കാൻ അറിയത്തുള്ളൂ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തല്ലേ കൊച്ചുമോളെ. ഇടയ്ക്കിടയ്ക്ക് കൊത്തണ്ടേ അമ്മൂമ്മ? കഥയും പറഞ്ഞോണ്ടിരുന്നാണ്ടല്ലേ ഈ കോഴിയൊക്കെ പറന്നു പോകും. மாமா இது இங்க கொடுங்க, நான் கட் பண்றேன். ശരി. അല്ല, ശരിക്കും ഇപ്പൊ ആരാണ് കറി വെക്കാൻ പോണ? ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ട്രൈ ചെയ്താലാ? എന്റെ പൊന്നമ്മായി വേണ്ട, ഞാൻ കാല് പിടിക്കാം. ഒരു കാര്യം ചെയ്, ശങ്കരൻ വയ്ക്ക്. എനിക്ക് പണ്ടതുപോലെ വയ്ക്കാൻ മറന്നൂടാ. ആഹാ, നീ പണ്ടേ കോഴിയും ചാരായൊക്കെ മേടിച്ചോണ്ട് പടവലത്ത് വരത്തില്ലായിരുന്നോ? എന്നിട്ട് നിങ്ങളെല്ലാവരും ഇരുന്ന് വെക്കത്തില്ലായിരുന്നോ? നല്ല രുചിയായിരുന്നു. നീ തന്നെ അങ്ങ് വെച്ചാ മതി. അത് ശരിയാവോ? അത് ശരിയാവും, നീ വെക്ക്. അങ്ങനെയാണെങ്കിലേ നമ്മളെ സ്ഥിരം ഏർപ്പാട് പിടിക്കാം. പുറത്തു കൊണ്ടുപോയി നമുക്ക് കറി വെക്കാം. എന്ത് പറയാണ്? എന്നെല്ലാം സെറ്റ് ചെയ്യാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.